നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. സംഘർഷാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ മണിപ്പൂർ അതീവ ജാഗ്രതയിൽ. നേരത്തെ 5 ജില്ലകളിൽ ഏർപ്പെടുത്തിയ നിരോധാജ്ഞയും ഇന്റർനെറ്റ് നിരോധനവും തുടരുകയാണ്. വിദേശ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാൻ നിർദ്ദേശമുണ്ട്. പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ കേന്ദ്ര സേനയെ വിന്യസിക്കും. മെയ്തേയ് സംഘടനയുടെ ഭാഗമായ അരംബായ് തെങ്കോൽ നേതാവിന്റെ അറസ്റ്റിനെ തുടർന്ന് ശനിയാഴ്ച രാത്രിയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. അറസ്റ്റിലായ നേതാവിനെ വിട്ടയക്കണമെന്ന് ആവശ്യപ്പെട്ട് മെയ്തേയ് വിഭാഗക്കാർ റോഡുകൾക്ക് നടുവിൽ ടയറുകളും പഴയ ഫർണിച്ചറുകളും കത്തിച്ചു. സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടിയ പ്രതിഷേധക്കാർ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. തൗബാൽ, ബിഷ്ണുപൂർ, ഇംഫാൽ വെസ്റ്റ്, ഇംഫാൽ ഈസ്റ്റ്, കാക്ചിങ് എന്നീ ജില്ലകളിലാണ് ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയത്. സംഘർഷം വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ MLA-മാർ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 2023 മെയ് മുതൽ മണിപ്പൂരിൽ മെയ്തൂഗി വിഭാഗങ്ങൾ തമ്മിൽ വംശീയ കലാപം നടക്കുകയാണ്. സംഘർഷത്തിൽ ഇതുവരെ 260-ൽ കൂടുതൽ ആളുകൾ മരിക്കുകയും 100 കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.